ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. തൊട്ടടുത്ത് നമ്മുടെ വീടിനോട് തൊട്ടടുത്ത വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നുമല്ല. ഇത് ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്താട്ടോ. ഇത് നമ്മുടെ ഒരു കൊച്ചു വീടാണ്. വീടെന്ന് പറയാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീട്. നിറയെ തെറ്റിയിൽ പൂ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന വീട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ആ വീട്ടിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. കണ്ടോ ആ വീട്, അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അവിടുത്തെ മോൻ്റെ 2ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇച്ചിരി കൂടി സമയമുണ്ട്, അപ്പോൾ ഒരു ഒത്തിരി സമയം നിങ്ങളുമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നും പറയാനില്ല. പലരും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീട്ടിനകത്ത് എൻ്റെ വീടൊക്കെ കാണിച്ചിട്ട് ഒരു കുട്ടി വ്ളോഗ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല വീടെന്ന് പറയാനായിട്ട്. പുറമേക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പഴയ വീടാണ്, വീടിൻ്റെ ചുവരുകളിലൊക്കെ അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനതൊക്കെ ഇങ്ങ് ഒഴിവാക്കുന്നത്. കിച്ചണാണെങ്കിലും അങ്ങനെ തന്നെ, ഭിത്തിയിലൊക്കെ ഒരുപാട് കറുത്ത അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ വീടുണ്ടാവുമായിരിക്കും, ഇല്ലേ? ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഇത്തിരി മെലിഞ്ഞിട്ടുണ്ടല്ലേ. ഭയങ്കര തടിയായിരുന്നു, ദേഹം മൊത്തം നീരായിരുന്നു. നീരിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൊണ്ണത്തടി കാണുമ്പോഴത്തേക്ക് പലരും പറയും. ശരിക്കും എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ അറിയുന്ന പല സബ്സ്ക്രൈബേഴ്സും കാണാറുണ്ട്. ചിലപ്പോൾ ദൂരേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് വരാറുമുണ്ട്. ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ ഒരിക്കലും ആരും തിരിച്ചറിയുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ എൻ്റെ അയൽക്കാരോട് പോലും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പലരും യൂട്യൂബിനകത്ത് സെർച്ച് ലിസ്റ്റിനകത്ത് വന്നതിന് ശേഷം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ട് അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയത് തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെ അത്രയേറെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അറിയാവുള്ളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ദൂരേക്കൊക്കെ പോകുന്ന സമയത്ത് പലരും എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഉത്തര ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു. ഭയങ്കര സന്തോഷമായി. കാരണം അതെൻ്റെ ലൈഫിലെ ഒരു 3ാമത്തെയോ 4ാമത്തെയോ അനുഭവമാണ്. കാരണം പലയിടത്ത് വെച്ചിട്ട് പലർക്കും ഇപ്പോൾ എന്നെ അറിയാമെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എനിക്ക് പുറത്തോട്ടൊക്കെ പോകാൻ അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നല്ല തടിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ പലരും പറയും ഇതത്ര വലിയ തടിയൊന്നും അല്ലെന്ന് പറയും. പക്ഷെ നല്ല തടിയുണ്ട്. തടിയേക്കാളേറെ ഭയങ്കര വയറിൻ്റെ ഭാഗമൊക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചത് എനിക്കിത് തടിയാണ് എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പിന്നീട് കാരണം ഇപ്പോൾ ഒരു 7 വർഷം കൊണ്ടെയാണ് എൻ്റെ ശരീരം ഇത്രയേറെ വണ്ണമൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ തടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തടിയൊന്നുമല്ല, നീരാണെന്ന് മനസ്സിലായത്. കാരണം ചില ദിവസങ്ങളിൽ ഇടുന്ന ഡ്രസ്സ് പിറ്റേ ദിവസം ഇടുമ്പോൾ എനിക്കത് ഇടാൻ പറ്റത്തില്ല. പിന്നെ ശരീരഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് വരിക, മുഖമാണെങ്കിലും ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കുതളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഡോക്ടറെ കണ്ടു, ഒരുപാട് ചെക്കപ്പുകളൊക്കെ ചെയ്തു. ഒരുപാട് ചെക്കപ്പുകളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ യൂട്രസിലും ഓവറിയിലൊക്കെ മുഴകളുണ്ട്. അപ്പോൾ അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഫാറ്റി ലിവറുണ്ട്, അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് തൊണ്ടയിൽ ഒരുപാട് തവണ തൈറോയ്ഡ് ഉണ്ടോ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും തൈറോയ്ഡൊന്നുമില്ല, ബ്ലഡിലൊന്നും നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബ്ലഡിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും തൈറോയ്ഡ് കാണില്ല. അപ്പോൾ നമ്മൾ ഓർക്കും എനിക്ക് തൈറോയ്ഡൊന്നും ഇല്ല, ഓക്കെ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലർക്ക് അറിയാൻ സാധിക്കുന്നത്. പണ്ടൊരു 6 വർഷം മുമ്പ് ഞാൻ തൊണ്ട സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു തടിപ്പ് ഇടത് ഭാഗത്തുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുത്തിയെടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി.
അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ തൈറോയ്ഡ് കൂടി ഒന്ന് സ്കാൻ ചെയ്തു, വയറ് കൂടി സ്കാൻ ചെയ്യേണ്ട ആ ഒരു സാഹചര്യത്തിൽ തൈറോയ്ഡും കൂടി കഴുത്തും കൂടി ഒന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ കഴുത്ത് സ്കാൻ ചെയ്ത സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ കഴുത്തിനകത്ത് തൈറോയ്ഡിൻ്റെ ഒരു മുഴയുണ്ട്. അത്യാവശ്യം വലിയ മുഴ തന്നെയാണെന്ന് അറിയാൻ സാധിച്ചത്. അങ്ങനെ അത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. ഞങ്ങൾ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ക്യാൻസറോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഒരു 6 മാസത്തിൽ അത്യാവശ്യം വലിപ്പം, പുറമേക്ക് തൊണ്ടയ്ക്ക് വീക്കമൊന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിലോട്ടുണ്ട്. അപ്പോൾ അത് ഒരു 6 മാസത്തിലൊരിക്കൽ, സർജറി ഒന്നും ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ല. പക്ഷേ 6 മാസത്തിലൊരിക്കൽ തൊണ്ട സ്കാൻ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇനി അതിന് സർജനെ കാണിച്ചിട്ട് വേണം തൈറോയ്ഡിൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങാനായിട്ട്. കഴിച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ കൂടാതെ തന്നെ പറഞ്ഞാൽ ചിരി വരും കേട്ടോ. ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അസ്ഥി ഉണ്ടല്ലോ, ആ അസ്ഥിക്ക് തേയ്മാനമുണ്ട്. പിന്നെ ഈ കഴുത്തിൻ്റെ ഞരമ്പുകളിൽ നീർക്കെട്ടുണ്ട്, നീര് കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കിടന്നുറങ്ങാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം കിടക്കുമ്പോൾ തലയണ യൂസ് ചെയ്യാൻ പാടില്ല, ഇടതും വലതും ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല. ശവാസനമാണ്, ഒരേപോലെ നിവർന്ന് സ്റ്റഡി ആയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലരും തൈറോയ്ഡൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും വിചാരിച്ച് ടെസ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമുക്ക് അതും ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സ്കാനെങ്കിലുമൊക്കെ ബ്ലഡിൽ നോക്കിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കാനൊക്കെ ചെയ്ത് 900 രൂപ മാത്രമേ ഉള്ളൂ സ്കാൻ ചെയ്ത് നോക്കുന്നതിന് തൊണ്ട. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഈ തടിയുണ്ട്, ഇത് കണ്ടില്ലേ, പള്ളയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു രസവും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ വയറിങ്ങനെ അത്യാവശ്യം നല്ല വലിപ്പത്തിന് ഇങ്ങനെ വയറിരിക്കുന്നതുകൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ വയറിൽ ഹെർണിയ ഉണ്ടെന്നും കൂടി അറിയാൻ സാധിച്ചു. ആ ഹെർണിയയ്ക്ക് സാധാരണ സൈഡിലേക്കൊക്കെ ആയിരിക്കും ഹെർണിയ വരുന്നത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഈ പൊക്കിൾക്കൊടി ഹെർണിയ എന്ന് പറയും, ഡെലിവറിയോട് കൂടി ചിലർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട്, അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ സുലഭമാട്ടോ, എല്ലാ അസുഖങ്ങളും ഉണ്ട് തിരിച്ചായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ചെയ്താലും ഞാനിങ്ങനെ ഫുൾ സൈസ് വീഡിയോ, റീൽസ് ഇതൊന്നും ഇടാത്തതിൻ്റെ കാരണം തന്നെ ഈ ശരീരം മൊത്തത്തിൽ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇത്രയും വണ്ണമുണ്ട്, പ്രത്യേകിച്ച് വയറുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും ഷാളിടുന്നതല്ല. അപ്പോൾ ഒരു ഫങ്ഷന് പോകാനായതുകൊണ്ട്, ഒരു ഫങ്ഷന് പോകാനായിട്ടുള്ളത് കൊണ്ട് ഈ പെരുവയർ ആരും കാണണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷാളിട്ടത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഷാൾ ഇടില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് പറയാനായിട്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വീഡിയോ ആണ്. ബൈ.